അധ്യക്ഷൻ, പ്രിയപ്പെട്ട ചന്ദ്രട്ടൻ, അഹമ്മദ് മാസ്റ്റർ, രാജീവേട്ടൻ ഉൾപ്പെടെ എല്ലാവരെയും, പ്രിയപ്പെട്ട നേതൃസമ്പന്നമായ വേദിയാണ്. നേതാക്കന്മാരുടെയും എല്ലാവരുടെയും പേര് പറയുന്നില്ല, എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്യുകയാണ്. രാജീവേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കാറുണ്ട്. പക്ഷേ തൊട്ടടുത്ത പരിപാടി തുടങ്ങി സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. രാജീവേട്ട, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. കോട്ടൂര് എന്റെ നാടാണ്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. അങ്ങനെ പറയാൻ എനിക്ക് ഒരുപാട് കാരണമുണ്ട്. ഒരു KSUക്കാരനായി ആദ്യം മുദ്രാവാക്യം വിളിച്ച, KSUവിന്റെ കൊടിപിടിച്ച് സമരം ചെയ്ത, ക്യാമ്പസിനകത്തെ പ്രയാസങ്ങളിൽ ഇടപെടാൻ എന്നെ പഠിപ്പിച്ച, ഞാൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പറഞ്ഞതുപോലെ എന്നെ ഒരു പൊതുപ്രവർത്തകനായി പാകപ്പെടുത്തിയത് ഈ കോട്ടൂരിന്റെ മണ്ണിലെ വാഗയാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഘടനാ കാലമാണ്. ആ സംഘടനാ കാലമാണ് ഒരു പൊതുപ്രവർത്തകനായി എന്നെ പാകപ്പെടുത്തിയതും പരുവപ്പെടുത്തിയതും. ഇന്ന് ഇതുപോലെ നിന്ന് സംസാരിക്കാൻ, നിങ്ങളൊക്കെ അനുഗ്രഹത്തോടെ സംസാരിക്കാനുള്ള അവസരമൊരുക്കിയതും അന്നത്തെ സംഘടനാ പ്രവർത്തന കാലമാണ്. അതിന് അന്ന് മുതൽ ചേർത്ത് പിടിച്ചതാണ്, സ്നേഹിച്ചതാണ്. ഇന്ന് ഈ നിമിഷം മുതൽ അങ്ങ് വാരിപ്പുറതാണ് കോട്ടൂരിലെ പാർട്ടിയും മുന്നണിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ സ്നേഹത്തിന് എല്ലാ കാലത്തും നന്ദിയോടെ ഞാൻ ഓർക്കും. അങ്ങ് വിധേയത്തോടെ ഞാൻ പ്രവർത്തിക്കുമെന്ന് നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. വലിയ പ്രസംഗത്തിലൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിരന്തരം നിങ്ങളെല്ലാവരും അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ്. കോട്ടൂരിൽ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ്, ഇത്രയും ആളുകളെ ഇടയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം സംസാരിക്കുന്നത്. നമ്മൾ ഈ മണ്ണിൽ, ഈ നാട്ടിൽ ഉയർത്താൻ പോകുന്നത്, ഉയർത്തേണ്ടതും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളാണ്. കാരണം ഇതൊരു സാധാരണക്കാരുടെ നാടാണ്. അതിസമ്പന്നരുടെയൊന്നും നാടല്ല കോട്ടൂര്, ബാലുശ്ശേരിയൊന്നും. സാധാരണക്കാരായ മനുഷ്യരുടെ നാടാണ്. ഓട്ടോ തൊഴിലാളികളും കർഷകരും, കർഷക തൊഴിലാളികളും, നിർമ്മാണ തൊഴിലാളികളും, തൊഴിലുറപ്പിന്റെ ചേച്ചിമാരും, അതുപോലെ തന്നെ ചെറു കടകളിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ അവരൊക്കെ ഒരുപാട് കാണാൻ സാധിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ നാടാണ്. അവരുടെ ജീവിത പ്രശ്നങ്ങളെ ഇടപെട്ടുകൊണ്ടും അവരുടെ ജീവിത പ്രശ്നങ്ങളെ കണ്ടെത്തിക്കൊണ്ടും മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന് സംഘടനയുടെയും പാർട്ടിയുടെയും സഹായം കൊണ്ട് മാത്രം ഇതുപോലെ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ എക്കാലത്തും ഞാൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് വാക്കു തരികയാണ്. നമ്മുടെ നാടിന്റെ സങ്കടങ്ങൾ, നമ്മുടെ നാടിന് ഉണ്ടാക്കി തീർത്തതായ കുറവുകൾ നമുക്ക് നികത്തേണ്ടതായിട്ടുണ്ട്. നമ്മളത് നികത്തും. അങ്ങനെ നമ്മൾ അത് നികത്താൻ പോകുമ്പോ ഈ തിരഞ്ഞെടുപ്പിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരണം. അങ്ങനെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ UDFന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈവക്കാൻ ബാലുശ്ശേരി MLA വേണ്ടേ? വേണോ? ബാലുശ്ശേരിയിൽ MLA വേണോ? ബാലുശ്ശേരിയിൽ നമുക്കൊരു ജനപ്രതിനിധി വേണം. അപ്പോ എന്റെ പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞതുപോലെ എന്നെ പിച്ച വെക്കാൻ പഠിപ്പിച്ച, എന്നെ ചവിട്ടി നടക്കാൻ പഠിപ്പിച്ച ഈ കോട്ടൂരിന്റെ മണ്ണിനെ, കോട്ടൂരിലെ പ്രിയപ്പെട്ട മുന്നണിയുടെ പ്രവർത്തകരുടെ വാക്കിനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി ബാലുശ്ശേരി നിയോജകമണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നത് കോട്ടൂരിന്റെ പങ്ക് അത് വലുതായിട്ടുണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വിടവാങ്ങിക്കോട്ടെ. നിർത്തട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. നമ്മുടെ വികസന പ്രശ്നങ്ങളുണ്ട്, ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങളൊരു കാര്യം ഞാൻ പറയാം. എനിക്കൊരവസരം ഈ നാട് തന്നാൽ, നിങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ട് നമ്മളൊക്കെ ഒരുമിച്ച് നിന്നിട്ട് എനിക്കൊരു അവസരം ഈ നാട് തന്നാൽ, നിങ്ങളുടെ ജനപ്രതിനിധി ഒരു അഹങ്കാരിയാണെന്നോ ഒരു ധിക്കാരിയാണെന്നോ എവിടെ നിന്നും കേൾക്കാനുള്ള അവസരമോ സാഹചര്യമോ ഞാൻ ഒരുക്കില്ല എന്നുള്ള വാക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഞാൻ പറയുകയാണ്. ഒരിക്കലും അതുണ്ടാവില്ല. ഈ നാടിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഞാനുണ്ടാവും. അതോടൊപ്പം എനിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചതിന്റെ പേരിൽ, വോട്ട് ചോദിച്ചതിന്റെ പേരിൽ, മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ, തെരുവിലിറങ്ങിയതിന്റെ പേരിൽ, മക്കൾക്കും കുടുംബത്തിനുമൊപ്പം ചെലവഴിക്കേണ്ട സമയം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ചതിന്റെ പേരിൽ
നാളെ ഒരിടത്തും ഒരാളുടെ മുന്നിലും ഈ കോട്ടൂരിലെയോ ബാലുശ്ശേരിയിലെയോ പാർട്ടിയുടെയോ മുന്നണിയുടെയോ പ്രവർത്തകർക്ക് തലകുടിക്കേണ്ടി വരില്ല എന്ന് ഈ നാട്ടിലെ പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും ഉറപ്പും വാക്കും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ് UDF.